ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ട്വിങ്കിൾ ചോക്കോ ചക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ആദ്യം പറയാം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഒരു 100 മീറ്റർ മുൻഭാഗത്തായിട്ട് വലത്തുവശത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് എന്ത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അത് നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കാണാം. നമ്മളൊരു പ്രോഡക്റ്റ് റിവ്യൂവിനാണ് വന്നത്. പക്ഷേ ഒരു പ്രോഡക്റ്റ് റിവ്യൂവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് വെളിച്ചെണ്ണ എന്നത്. അപ്പം ഇപ്പോൾ നിലവിൽ നമ്മൾ വെളിച്ചെണ്ണ കടയിൽ പോയി മേടിക്കും, അല്ലെങ്കിൽ വീട്ടിൽ കൊപ്ര ഉണക്കി അത് ആട്ടിയാണ് എടുക്കുന്നത്. പക്ഷേ ജോലിക്ക് പോകേണ്ടവർ, പഠനത്തിന് പോകേണ്ടവർ, അങ്ങനെയൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് ഈ കൊപ്ര ഉണക്കി വെളിച്ചെണ്ണ ആട്ടി എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും മറ്റ് ഷോപ്പുകളിൽ പോയി മേടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഷോപ്പിൽ നിന്നും കിട്ടുന്ന എണ്ണകളിൽ 90% ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ, നമ്മുടെ അടുക്കളയിൽ നമ്മൾ എങ്ങനെ മിക്സിയിൽ എങ്ങനെയാണോ ഒരു ചമ്മന്തി അരയ്ക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് ആർക്കും അനായാസം വെളിച്ചെണ്ണ ആട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു മെഷീനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് റിവ്യൂവിനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഈ ട്വിങ്കിൾ ചോക്കോ ചക്കിൻ്റെ മെയിൻ പാർട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഡോർ ഉണ്ട്. ആ ഡോർ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ഹൈഡ്രോളിക് ഏരിയയാണ്. ആ ഏരിയയിലാണ് ഈ സിലിണ്ടർ വെക്കുന്നത്. ഈ സിലിണ്ടറിലാണ് നമ്മുടെ കൊപ്ര ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇതിൻ്റെ താഴെ ഒരു വാൽവുണ്ട്, ഓപ്പൺ ചെയ്യാൻ, ക്ലോസ് ചെയ്യാനും, അതായത് ഹൈഡ്രോളിക്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാൽവാണിത്. മൂന്നാമതായിട്ട് ഇതാണ് ഒരു ലിവറാണ്. ഇത് നമുക്ക് അനായാസം ഏറ്റവും നല്ല ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര ഹാർഡാണ്, ബട്ട് ഇറ്റ്സ് വെരി ഈസിയാണ്. ഇത് ഭയങ്കരമായിട്ട് ഈസിയായിട്ട് നിങ്ങൾക്ക് പൊക്കാനായിട്ട് പറ്റുന്ന ഒരു ലിവറാണ് ഇത് കാണുന്നത്. ഈ ലിവർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആട്ടിയെടുക്കാനായിട്ട് പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു ട്യൂബ് കാണാം. ഈ ട്യൂബിലാണ് നിങ്ങൾക്ക് ആദ്യ വെളിച്ചെണ്ണ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി ഞാൻ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഈ കൊപ്ര ആട്ടിയെടുക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കൊപ്ര പൊടിച്ചതാണ്. കൊപ്ര മിക്സിയിൽ 30 സെക്കൻഡ് പൊടിച്ചെടുത്തതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ കൊപ്രയാണ് നമ്മൾ ഇടുന്നത് ഈ സിലിണ്ടറിലാണ്. ഈ സിലിണ്ടറിൻ്റെ കൂടെ കുറച്ച് ഡിസ്ക് ഉണ്ട്, 2 വലിയ ഡിസ്കുകളും പിന്നെ കുറച്ച് തിന്നായിട്ടുള്ള ഡിസ്കുകളും ഉണ്ട്. അതിൽ ഈ വലിയ ഡിസ്കുകളിൽ നമ്മൾ സാധാരണ സ്റ്റീൽ പാത്രത്തിൻ്റെ അടിഭാഗം കാണുന്ന പോലത്തെ ഒരു ഡിസ്ക് ഞാനിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അകത്തേക്ക് കയറ്റുന്നു. അതിനുശേഷം എങ്ങനെയാണോ പാത്രത്തിൻ്റെ അടിഭാഗം വരുന്നത് അതുപോലെ തന്നെ ബോട്ടം വരുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്തു. അതിനകത്തേക്ക് 2 സ്പൂൺ എന്ന് പറയുന്നത് ഇതിന് നമ്മൾ സാധാരണ തവി എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു കണക്കിലുള്ള 2 സ്പൂൺ കൊപ്ര പൊടിച്ചത് നമ്മൾ ഇതിലേക്ക് ഇടുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ തിന്നായിട്ടുള്ള ഡിസ്ക് ഇടുന്നു. അപ്പം ഈ ഒരു രീതി, ഞാനിപ്പോൾ പറഞ്ഞ രീതി, ആ തിൻ ഡിസ്ക് എവിടം വരെയാണോ അവിടം വരെ നമ്മൾ ഇത് ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പോലത്തെ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ചെറിയ ഡിസ്ക് ഫില്ല് ചെയ്യുകയാണ്. അതിനുശേഷം ലാസ്റ്റിൽ ഒരു വലിയ ഡിസ്ക് ഉണ്ട്, ഒരു ചെറിയ പ്രൊട്രൂഡ് ഔട്ട്, വെളിയിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്ക് ഇടുന്നതിന് മുമ്പായിട്ട് 2 സ്പൂൺ ഇടുന്നു. അതിനുശേഷം ആ വലിയ ഡിസ്ക് നമ്മൾ മേളിൽ വെച്ച് പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ ഞാൻ കാണിച്ച സിലിണ്ടറിനകത്ത് കൊപ്ര പൊടിച്ചത് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ആട്ടുന്നതിൻ്റെ രണ്ടാമത്തെ പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഇതിനെ ഞാൻ ആദ്യം കാണിച്ച ഇതിൻ്റെ ഹൈഡ്രോളിക് പാർട്ടിലേക്ക് നമ്മൾ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ നോക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് ഓപ്പോസിറ്റ് സൈഡിൽ 2 സ്റ്റെപ്പ് ഈ സിലിണ്ടറിനകത്തുണ്ട്. അതുപോലെ തന്നെ 2 സ്റ്റെപ്പ് നമ്മുടെ മെഷീനകത്തുമുണ്ട്. അപ്പം മെഷീൻ്റെ ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇതിൻ്റെ സ്റ്റെപ്പ് വന്ന് നിൽക്കുന്ന രീതിയിൽ വേണം ഇത് നമുക്ക് അതിൽ പ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് മെഷീനിലേക്ക് വെക്കാൻ പോവുകയാണ്. അപ്പം ഫൈനലായിട്ട് ഇതിൻ്റെ സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ സ്റ്റെപ്പ് മെഷീൻ്റെ സ്റ്റെപ്പിന് മുകളിലായിട്ട് നിൽക്കണം. അപ്പോൾ നമ്മുടെ സിലിണ്ടർ ആണെങ്കിൽ അതിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ സുരക്ഷിതമായിട്ട് വെച്ചു. രണ്ടാമത്തെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വാൽവിനെ കുറിച്ച് പറഞ്ഞത്. ആ വാൽവ് നമുക്ക് റൈറ്റിലേക്ക് ക്ലോസ് ചെയ്യും, റൈറ്റിലേക്ക് അതിനെ തിരിച്ച് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വാൽവ് റൈറ്റിലേക്ക് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്ത 3ാമത്തെ സ്റ്റെപ്പാണ് പറയുന്നത് ഈ ലിവർ വെച്ച് പമ്പ് ചെയ്യണം. ലിവർ മേളിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് മുകളിലേക്ക് പോകുന്നത് ഇതിൻ്റെ ഹൈഡ്രോളിക്കിൻ്റെ ലിഫ്റ്റ് മുകളിലോട്ട് വന്നിട്ട് സിലിണ്ടർ
വരുന്നത് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലേ, നമ്മൾ സാധാരണ കൊപ്ര ഇടുന്ന സ്ഥലത്ത് കാണുന്ന ഇതാണ് നമുക്ക് നൈസായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടോ, അതിൻ്റെ സിലിണ്ടറിൽ നിന്നും എണ്ണ വരുന്നു. നേരത്തെ കാണിച്ച ആ ട്യൂബിലൂടെ നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വരുന്നത് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, എന്ത് ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു മിക്സിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള എണ്ണ ആട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ആട്ടിക്കഴിഞ്ഞു. ഇനി ആ സിലിണ്ടറും അതിൻ്റെ മറ്റേ തേങ്ങാപ്പീലയൊക്കെ എങ്ങനെ നമുക്ക് വെളിയിലെടുക്കുന്നത്, മെഷീനിൽ നിന്ന് എങ്ങനെയാണ് വെളിയിലെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ നേരത്തെ റൈറ്റിലേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വാൽവ് ലെഫ്റ്റ് സൈഡിലേക്ക് ഓപ്പൺ ആക്കി കൊടുക്കും. അതിനുശേഷം നമ്മുടെ ഈ സിലിണ്ടറിനെ ജസ്റ്റ് നമ്മുടെ കൈയും കൊണ്ട് തന്നെ താഴോട്ട് താത്ത് നേരത്തെ നമ്മൾ സിലിണ്ടറിൽ കണ്ട സ്റ്റെപ്പ് മെഷീൻ സ്റ്റെപ്പിന് താഴെയായിട്ട് പ്ലേസ് ചെയ്യുക. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ നേരത്തെ നമ്മൾ റൈറ്റിലേക്ക് ടൈറ്റ് ചെയ്തതുപോലെ തന്നെ റൈറ്റിലേക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഈ ലിവർ നമ്മൾ പമ്പ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പീരിയൻ ഡിസ്കും വരുന്നത് കാണാം. ഇനി ഇതിനകത്ത് കണ്ട് ഈ പീര കണ്ടോ, എന്താ നല്ല രസമായിട്ട് കിട്ടുന്നത്. ഈ പീര നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കീസ് ഉണ്ടാക്കാനായിട്ടോ അങ്ങനെ എന്ത് സാധനത്തിന് നമുക്ക് ഈ പീര യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ മെഷീനിൽ നിന്നും ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് ഈ കാണുന്നത്. ഇതൊരു 2-3 ദിവസത്തിനുള്ളിൽ നല്ല ക്ലിയർ വെള്ളം കൂട്ട് ക്ലിയർ വാട്ടറിൻ്റെ കൂട്ട് ഈ എണ്ണ നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടും. അപ്പം ഒന്ന് ഓർത്ത് നോക്കി, എങ്ങും പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റ്, നല്ല രീതിയിൽ നമുക്ക് എണ്ണ ആട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു മെഷീനിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഈ തേങ്ങാപ്പാൽ കോക്കനട്ട് മിൽക്ക് ഇതിൽ ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഈ 2-3 കാര്യങ്ങളിൽ ഒറ്റ മെഷീനിൽ എങ്ങും പോകാതെ വീട്ടിൽ കിച്ചണിൻ്റെ ഒരു സൈഡിൽ സൈസ് നോക്കി വീട്ടിൽ കിച്ചണിൽ തന്നെ ഒരു സൈഡിൽ വെക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങും പോകാതെ എണ്ണയാക്കി എടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. അപ്പോൾ ഇനി ഇത് എവിടെയാണെന്ന് നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ഒന്നും കൂടി ഞാൻ പറയാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വരേണ്ടത് ഏറ്റുമാനൂരാണ് ഇതിൻ്റെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ കോൺടാക്ട് നമ്പേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും. അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ ഇതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയും ഈ പ്രോഡക്റ്റും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഏറ്റുമാനൂരിലുള്ള ട്വിങ്കിൾ കോക്കോ ചക്കിൽ വന്ന് മേടിക്കുകയും ചെയ്യും. ഇതിൻ്റെ MRP വരുന്നത് 14,800 രൂപയാണ് വരുന്നത്. 14,800 ആണ് ഇതിൻ്റെ MRP വരുന്നത്. പക്ഷേ ഫെബ്രുവരി 28, 2019 ഫെബ്രുവരി 28 വരെ ഒരു ഓഫർ പ്രമാണിച്ച് 9,500-ന് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ്, ഈ കിടില പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. It's Elsa Basso signing out from EVA Tech and Vlogs. Bye.